കൽപ്പാത്തി അഗ്രഹാര വീഥികളെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം. 3 ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു. പതിനായിരങ്ങളാണ് ചാറ്റൽ മഴ അവഗണിച്ച് രഥോത്സവം കാണാൻ ഒഴുകിയെത്തിയത്. മൂന്ന് ദിവസം അഗ്രഹാര വീഥികളിലൂടെ വിവിധ ക്ഷേത്രങ്ങളിലെ തേരുകളിലേറി ഭഗവാൻമാർ ഭക്തരെ കാണാൻ വലം വച്ചു. ഒടുവിൽ ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. കൊള്ളാം. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ വന്നായിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതെ അടിപൊളിയാണ്. ആദ്യമായിട്ട് ആദ്യത്തെ അനുഭവമാണ്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് കാണാ, സന്തോഷമായി. ഇതുവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് സന്തോഷമായി. ഇത് കണ്ടതുകൊണ്ട് വലിയ ആഗ്രഹമായിരുന്നു. വൈകിട്ട് 3 മണിയോടെ പഴയ കൽപ്പാത്തി രഥവും ചാത്തപ്പുറം രഥവും പതിയെ പ്രയാണം തുടങ്ങി. അഗ്രഹാര തെരുവുകളിൽ പിന്നെ വാദ്യഘോഷങ്ങളുടെ ഉത്സവത്തിമിർപ്പ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള രഥവും മറ്റ് 2 തേരുകളും നേരത്തെ സ്ഥാനം പിടിച്ചു. മന്തക്കര മഹാഗണപതിയെ കണ്ട് പഴയ കൽപ്പാത്തി ശ്രീകൃഷ്ണസ്വാമിയുടെ രഥവും പിറകിൽ ചാത്തപുരം രഥവും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിക്ക് മുൻപിലേക്കെത്തി. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയായിരുന്നു ഇത്തവണത്തെ രഥോത്സവം. രഥങ്ങൾ സംഗമം പൂർത്തിയാക്കിയതോടെ അടുത്ത രഥോത്സവത്തിന് കാണാമെന്ന് പ്രത്യാശയോടെ അഗ്രഹാര തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം മടങ്ങി. ടീം 24 പാലക്കാട്.